സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ്. പക്ഷേ ഒരു 75% ചാൻസ് ഉള്ളതാണ് ആ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരുപാട് തവണ വന്നിട്ടുമുണ്ട്. അതിലത്തെ എക്സസൈസിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ആ ഒരു 4-5 വരിയിൽ ആൻസർ തീർക്കാം, പക്ഷേ ചെയ്യേണ്ട പോലെ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. 2 മെത്തേഡിൽ ചെയ്യാം. ആ 2 മെത്തേഡും കാണിച്ചു തരാം. എങ്ങനെ നോക്കാം. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന പോലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ y2 എന്നത് സെക്കൻഡ് ഡെറിവേറ്റീവും y1 എന്നത് ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. ഇതുവരെ ശ്രദ്ധിക്കാത്തൊരു ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക. ഓക്കെ, ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെയും വേറെ നൊട്ടേഷനാണത്. അപ്പോൾ നമ്മൾ മെട്രിക്സിലൊക്കെ ചെയ്ത പോലെ തന്നെ y1ഉം y2ഉം കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലാതെ വഴിയുള്ളത് നമ്മൾ 1-2 പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം. ഡിഫറൻഷ്യേറ്റ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ dy/dx എന്ന് എഴുതാറുള്ളത്, പക്ഷേ ക്വസ്റ്റ്യനിൽ y1 എന്നൊക്കെ ആയതുകൊണ്ട് ഞാൻ y1 എന്ന നൊട്ടേഷൻ യൂസ് ചെയ്തിരുന്നു. y-ൻ്റെ ഡെറിവേറ്റീവ് y1 ഫസ്റ്റ് ഡെറിവേറ്റീവ്. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം, കാരണം കോമ്പോസിഷനാണ്. 2 ഫങ്ഷൻസിൻ്റെ മിക്സാണിത് അല്ലേ. ഏതൊക്കെയാണ് ഫങ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഏതൊക്കെയാണ് നമ്മുടെ സ്ക്വയർ ഫംഗ്ഷനും അതിൽ എക്സിന് പകരം ഏതാണ് വന്നിട്ടുള്ളത്, ടാൻ ഇൻവേഴ്സ് എക്സും ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സാണ് ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം സ്ക്വയർ ഫംഗ്ഷൻ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് എന്താ, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x, ഇവിടെ എക്സിന് പകരം ടാൻ ഇൻവേഴ്സ് എക്സ് ആയതുകൊണ്ട് 2 ടാൻ ഇൻവേഴ്സ് എക്സ്. കഴിഞ്ഞില്ല, ചെയിൻ റൂളാണ് അപ്ലൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സിന് പകരം വന്ന ആൾ ടാൻ ഇൻവേഴ്സ് എക്സ്. സോ 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഒന്നും കൂടെ നന്നാക്കി എഴുതാം, 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ y1 ഇങ്ങനെ കിട്ടി. ഓക്കെ, ഇനി ഫൈനൽ ആൻസർ പെട്ടെന്ന് കിട്ടും. അതിനുള്ള മെത്തേഡ്, സിമ്പിളായിട്ടുള്ള മെത്തേഡ് കാണിച്ചു തരാം. ഇതാണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്ന, ഇപ്പോൾ എത്തി നിൽക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടിട്ട് y1 കിട്ടിയിട്ടുണ്ട്, y2 കൂടെ കിട്ടിക്കഴിഞ്ഞാൽ, സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ കാണാം. അല്ലാതെ നമുക്ക് ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും, ഒരു ഡിവിഷൻ അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു y1 ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. ആവുമല്ലോ. ഇനി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇനി കാണുന്നതിന് 2 സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു എക്സ്. പക്ഷേ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക, കാരണം y1 എന്നൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2 ഫംഗ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ്. 1 പ്ലസ് എക്സ് സ്ക്വയർ ഒരു ഫംഗ്ഷൻ, y1 എന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. y1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, അതിൻ്റെയും ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ്, അതായത് y2. ഓക്കെ, y1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y2 ആണ്, ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഇനി സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ, 1 ഡെറിവേറ്റീവ് 0, എക്സ് സ്ക്വയറിൻ്റെത് 2x. പ്രോഡക്റ്റ് റൂൾ കഴിഞ്ഞു. അപ്പുറത്ത് 2 ടാൻ ഇൻവേഴ്സ് എക്സ്, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഒന്നുകൂടെ ഒന്ന് നന്നാക്കി എഴുതാം, 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് നമുക്ക് 2x ആദ്യം എഴുതാം അല്ലേ, 2x y1 ഈക്വൽ ടു 2/1 പ്ലസ് എക്സ് സ്ക്വയർ. ഫൈനൽ ആൻസർ എഴുതാൻ പോകണം. ഇത്രേ ചെയ്യുന്നുള്ളൂ. ഈ 1 പ്ലസ് എക്സ് സ്ക്വയറിന് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം, മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈ കൊണ്ടുവന്ന് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇനി ഇത് മൊത്തത്തിന് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. 1 പ്ലസ് എക്സ് സ്ക്വയർ y2 പ്ലസ് 2x y1 ഈക്വൽ ടു, ഇനി ബാക്കി 2 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 1 പ്ലസ് എക്സ് സ്ക്വയറിനെ കൊണ്ട് കൊണ്ടുവന്നു, അത്ര ചെയ്തോളൂ. ഇനി 1 പ്ലസ് എക്സ് സ്ക്വയർ കൊണ്ട് 2 പേര് മൾട്ടിപ്ലൈ ചെയ്യണം. 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പ്ലസ് എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ ഒന്നും ചെയ്യാനൊന്നുമില്ല, 2x ഇൻറ്റു 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതി കൊടുക്കുക ഇൻറ്റു y1 ഈക്വൽ ടു 2. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കാം, എന്താ പ്രൂവ് ചെയ്യാനുള്ളത് നോക്കി നോക്കൂ. എക്സ് സ്ക്വയർ പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ്, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അയ്യോ, നമുക്ക് കിട്ടിയത് 1 പ്ലസ് എക്സ് സ്ക്വയർ അല്ലേ. എടാ, രണ്ട് സെയിം അല്ലേ. വേണമെന്നുണ്ടെങ്കിൽ ഇനി അതേപോലെ തന്നെ എഴുതണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന് ഞങ്ങൾക്ക് എഴുതാം. 1 പ്ലസ് എക്സ് സ്ക്വയറും എക്സ് സ്ക്വയർ പ്ലസ് 1ഉം സെയിം അല്ലേ.
നമ്മൾ ഈ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² എന്നിങ്ങനെ പറഞ്ഞ് പഠിച്ചുകൊണ്ടാണ് അങ്ങനെ എഴുതി പോകുന്നത്. അവിടെ നിന്ന് തന്നെ തിരിച്ചെഴുതാന്നുണ്ടെങ്കിൽ ആൻസർ ഒരു സ്റ്റെപ്പിൻ്റെ മുന്നേ കിട്ടും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യാം. ഇനി ആ മെത്തേഡ് കണ്ട് പിടിച്ചില്ല എന്ന് കരുതാം, വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ LHS = RHS എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് റെഡിൽ കാണിച്ചിട്ടുള്ളത്. y തന്നിട്ടുണ്ട്, y1 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, അതുവരെയൊക്കെ സെയിം. ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? y2 കിട്ടും. y1ൻ്റെ ഡെറിവേറ്റീവ് y2 സെക്കൻഡ് ഡെറിവേറ്റീവ്. ഇവിടെ പക്ഷേ ഏത് റൂൾ അപ്ലൈ ചെയ്യണം? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? താഴത്തെ ഫംഗ്ഷൻ 1 + x² ആവും, മുകളിലത്തെ ഫംഗ്ഷൻ 2 tan ഇൻവേഴ്സ് x മൊത്തത്തിൽ എടുക്കാം, പിന്നെ 2 കൊണ്ട് ഇങ്ങനെ പുറത്ത് നിർത്തണ്ടല്ലോ. ഓക്കെ, അപ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ 1 + x² ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ 2 tan ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 2 കോൺസ്റ്റൻറ്റ് tan ഇൻവേഴ്സ് എക്സിൻ്റെ 1 + x² അല്ലേ, മൈനസ് കോഷ്യൻ റൂൾ അല്ലേ. ഇനി 2 tan ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 1 + x² ഡെറിവേറ്റീവ് നമ്മൾ നേരത്തെ പറഞ്ഞു 2x ആണ്, ഓൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ, അതായത് 1 + x² ഹോൾ സ്ക്വയർ. ഇനി കട്ട് ചെയ്ത് കളയാം. ഇവിടെ 1 + x² ഉണ്ട്, താഴെ 1 + x² ഉണ്ട്. 2 മൈനസ് 2 tan ഇൻവേഴ്സ് എക്സ് ഇൻറ്റു 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 2x മൾട്ടിപ്ലൈ ചെയ്ത് 4x എന്ന് എഴുതാം. 4x tan ഇൻവേഴ്സ് എക്സ് ഓൾ ഡിവൈഡ് ബൈ 1 + x² ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് y2 കിട്ടിയല്ലോ. ഓക്കെ, ഇപ്പോൾ എന്ത് കിട്ടി? y1 ഇവിടെ കിട്ടിയിട്ടുണ്ട്, y2 ദേ താഴെയും കിട്ടിയിട്ടുണ്ട്. ഈ y1ഉം y2 ഇതിലിട്ട് കൊടുക്കുക. ഓക്കെ, LHS എന്ന് എഴുതിയിട്ട് y2 കാണുന്നിടത്ത് താഴെ ലാസ്റ്റ് കിട്ടിയത് ഇട്ട് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 കാണുന്നിടത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ 1 + x² എന്നുള്ളതിനെ x² + 1 ആക്കി എഴുതിക്കോളൂ, എന്നാൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ആൻസർ കൃത്യമായിട്ട് 2 കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഏത് മെത്തേഡ് വേണമെന്ന് നിങ്ങൾക്ക് ചെയ്യാം.